നമ്മൾ പിന്നെയും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇവിടെ അടുത്ത് തന്നെ പാലക്കാട് ഫോർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകണം. 5:30 അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുമ്പ് അങ്ങോട്ട് പോകണം. സമയം ഇപ്പോൾ തന്നെ 3:30 കഴിഞ്ഞ്, 4 മണി അടുപ്പിച്ചായി. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകണം. നമ്മളിങ്ങനെ റോഡിൽ കൂടെ അലഞ്ഞ് തിരികെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയിട്ടാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും റോഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പോകേണ്ട ബസ് ഉണ്ടായിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് നേരെ ബസ്സിൽ കയറി. ഗൈസ്, നമ്മളിപ്പോൾ ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ബസ് സ്റ്റോപ്പ്. നമ്മളെ പാലക്കാട് ഫോർട്ടിലോട്ട് പോകാനുള്ള ബസ്സിൽ കയറി ഏകദേശം ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ പാലക്കാട് ഫോർട്ടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിനടുത്ത് ഇറങ്ങി. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു, 3 മിനിറ്റായി. വെയിലാണ്, ഭയങ്കര വെയിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 2 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ പാലക്കാട് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ അകത്തോട്ട് കയറി. നമ്മളങ്ങനെ കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. കോട്ട കാണാൻ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ പാലക്കാട് കോട്ട എന്ന് പറയുന്നത്. ഇത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത് കാണുവാൻ ഒരു പ്രത്യേക ഭംഗി കൂടിയുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കോട്ടയ്ക്ക് മുമ്പിലൂടെയാണ് നടക്കുന്നത്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കോട്ടയായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലം കടന്ന് വേണം നമ്മൾ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുവാൻ. ഇവിടെ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെയും ആമക്കുട്ടികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കോട്ടയാണെങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. എന്താ അങ്ങനെ നടന്ന് നമ്മളിതാ ഇപ്പോൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. 1766 മൈസൂറിലെ രാജാവ് ഹൈദരലിയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പ്രധാന കവാടത്തോട് ചേർന്ന് ഒരു ഹനുമാൻ ക്ഷേത്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു കൊട്ടാരമാണെന്ന് തോന്നുന്നു, കാണുവാനായിട്ട് സാധിക്കും. 1766 മൈസൂറിലെ രാജാവ് ഹൈദരലി പണി കഴിപ്പിച്ച കോട്ട പിന്നീട് 1790 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. എന്തായാലും ആവശ്യമുള്ളവർക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ പിതാവ് കൂടിയാണ് മൈസൂറിലെ രാജാവ് ഹൈദരാലി. മൈസൂറിലെ ഭരണാധികാരിയും 18-ാം ശതകത്തിന്റെ മധ്യത്തിൽ ദക്ഷിണേന്ത്യയിലെ യുദ്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സൈന്യാധിപനുമായിരുന്നു ഹൈദരാലി. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഇന്ത്യൻ പതാക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്യാവശ്യം നടന്ന് തളർന്ന് ക്ഷീണമായി. കഴിച്ച ഫുഡൊക്കെ വെയിലത്ത് ആവിയായിട്ട് പോയി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം. കൈയും കാലൊക്കെ ഭയങ്കര വേദന, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഈ കോട്ടയുടെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. നമ്മൾ ആ കോട്ടയ്ക്ക് സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൈകുന്നേരം ഒരു 5:30 അടുപ്പിച്ച് സമയമായി. എന്നിട്ടും വെയിലിന് അത്യാവശ്യം നല്ല ശക്തിയുണ്ട്. അതിൽ വാടിക്കരിഞ്ഞിരിക്കുകയാണ്. 1757 പാലക്കാട് രാജാവായിരുന്ന കോമിയച്ചൻ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു. ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താന്മാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഇതാണ് ഏറ്റവും എൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ കോട്ടയുടെ ഏറ്റവും വലിയ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പണ്ട് കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കോട്ടയാണിത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണുന്ന വെള്ളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുതലകളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ശത്രുക്കൾക്ക് അതുവഴി ഇറങ്ങി വന്ന് ആക്രമിക്കാനായിട്ട് സാധിക്കില്ല. വേനൽക്കാലം ആയതുകൊണ്ടാവാം കുളത്തിൽ തീരെ വെള്ളമില്ല. എന്നിട്ടും ഇത്രയും മനോഹരമായിട്ട് അവരവിടെയുള്ള ഗാർഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ നേരിട്ട് കാണുമ്പോൾ. നമ്മൾ അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. സന്ധ്യയായി, 6 മണി കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞു. നമ്മളങ്ങനെ കോട്ടയ്ക്ക് വെളിയിലിറങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡ് തപ്പി കിടക്കുകയാണ്. അവസാനം നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. തിരിച്ചു പോകാനുള്ള വഴി ആരുടെ ചോദിച്ചിട്ടൊരു പിടിയില്ല. ഇനി വരുന്ന ബസ്സിൽ എല്ലായിടത്തും കയറി ചോദിച്ചു നോക്കാം. ഒരു ബസ് വരുന്നുണ്ട്. പോകുന്ന വഴിയിൽ റെയിൽവേ സ്റ്റേഷന് 1.5 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള കൽപ്പാത്തി പൈതൃക ഗ്രാമം കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു അഗ്രഹാരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ്. കാരണം മറ്റേ വിയറ്റ്നാം കോളനിക്ക് അവിടെയാണോ ഷൂട്ട് ചെയ്തത്? അവിടെ അല്ലല്ലേ? ഓക്കെ, ഇത് വേറെ അഗ്രഹാരമാണ്. അങ്ങോട്ട് പോവാം. ഇങ്ങനെ ഇടതൂർന്ന ഇടുങ്ങിയ വഴികളാണ്. ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ മലനിരകളും കെട്ടിടങ്ങളും നിൽക്കുന്ന ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാണുന്ന വഴി ഇങ്ങോട്ട് പോയ റെയിൽവേ സ്റ്റേഷൻ, നേരെ പോയാൽ നമ്മൾ പറഞ്ഞ അഗ്രഹാരം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്.
അതുവഴി നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒരു പ്രത്യേക ഫീലാണ്. ഒരു തമിഴ് കൾച്ചറൽ ഫീൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മളങ്ങനെ കൽപ്പത്തി ഹെറിറ്റേജ് വില്ലേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൽപ്പാത്തി ബ്രാഹ്മിൺസിൻ്റെ ഒരു പൈതൃകപരമായിട്ടുള്ളൊരു ഗ്രാമമാണിത്. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പഴമയുടെ കേരളം അല്ലെങ്കിൽ ഒരു തമിഴ് കൾച്ചർ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിച്ചു. നമ്മളങ്ങനെ ഈ കാണുന്ന വഴി കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. ഭാരതപ്പുഴയുടെ കൈവഴികളിലൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രം ഇവിടെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി അഗ്രഹാരം അഥവാ കൽപ്പാത്തി പൈതൃക ഗ്രാമം. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കൽപ്പാത്തിയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരുടെ ഏകദേശം 4 അഗ്രഹാരങ്ങളുണ്ട്. വിശ്വനാഥ സ്വാമി ക്ഷേത്രം ഒഴികെ മറ്റനേകം ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. വാർഷിക ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം ഇവിടെയാണ് നടക്കുന്നത്. ഇപ്പോഴും മിക്ക വീട്ടിലും കോലമൊക്കെ വരയ്ക്കാറുണ്ട്. കോലമൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിച്ച് പോകുമ്പോൾ പോലും കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഒരുപാട് കോലങ്ങളൊക്കെ വരച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ഈ കാണുന്ന വഴി കൂടെ നടന്ന് വരികയാണ് കേട്ടോ. മാപ്പ് എവിടെയൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞൂടെ. എത്ര ദൂരം ഉണ്ടോ ഏകദേശം? ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. കുഴപ്പമില്ല, ടൈമുണ്ട്. 7 മണി എങ്ങാണ്ടായേ ഉള്ളൂ. 9 മണിക്കാണ് ട്രെയിന്. 2 മണിക്കൊരു ടൈമുണ്ട്. ഇനി പോകണം. നമ്മളെ മെയിൻ പരിപാടിയുള്ള ചായ കുടിക്കണം, വൈൻഡപ്പ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നടന്ന് ഏതൊക്കെയോ കാട്ടുവഴി കൂടെ പോവുകയാണ്. എനിക്കറിഞ്ഞൂടെ എങ്ങോട്ടാണ് പോകണതെന്ന്. നിങ്ങളതിനെ കാണുന്നില്ലേ? വീർത്ത് കുളിച്ച് ക്ഷീണിച്ച് അവശനായി. ഒന്നത് ഇവിടെ ഭയങ്കര ചൂട്, അതല്ലാണ്ട് ഇവിടെ തീയിട്ട് എന്താ പറയുക, കരിയിലുകൾ കത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കാണിച്ചു തരാം. അത് പാലക്കാട് തീ കൊണ്ട ഈരളിയ. നമ്മളങ്ങനെ പറഞ്ഞ പോലെ പാലക്കാട് വന്ന് പാലക്കാടിൻ്റെ ഒരു ചായ കുടിക്കാനായിട്ട് വന്നേക്കാണ്. ഏതെങ്കിലും നിമിഷങ്ങളിൽ തന്നെ അത് സംഭവിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മളങ്ങനെ പറഞ്ഞ പോലെ ചായ കുടിച്ചിരിക്കുകയാണ്. കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പാലക്കാട് വരുമെന്ന് പറഞ്ഞു, വന്നു. ഇവിടെ ഒന്ന് ചായ കുടിക്കുമെന്ന് പറഞ്ഞു, ഇതാ കുടിക്കുന്നു. സന്തോഷം ഈ ചൂടത്ത്. ചായ കുടിച്ചതിന് പിന്നാലെ നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. 8:55 ട്രെയിന്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് അധികം ടയേർഡായി. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വെയിലായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി വന്നു, ചായ കുടിച്ചു. അഗ്രഹാരം കാണാൻ വേണ്ടി പോയി, അവിടെ പോയി പാലക്കാട് ഫോർട്ടിൽ പോയി. എല്ലാം കൊണ്ടും ഒരു അടിപൊളി വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്ന ഒരു കിഡ്സ് മീ സിജു സജിമാർ സൈനിങ് ഓഫ്.